ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സതൻ മെനുവിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നീതു. പിന്നെ സതൻ മെനുവിൽ ഞാനൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിംഗ്. ഇത് ബേസിക്കലി ഒരു ഇളനീര് വെച്ചിട്ടുള്ള പുഡിംഗാണ്. ഇളനീരിൻ്റെ കാമ്പ് വെച്ചിട്ടുള്ള പുഡിംഗാണ്. അപ്പോൾ അതിന് ഫ്ലേവർ കൊടുത്ത ഒരു പുഡിംഗാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സതൻ മെനു കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാല് വേണം. അപ്പോൾ പാല് ഞാനിപ്പോൾ ഏകദേശം 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം കൊഴുപ്പ് കുറഞ്ഞ പാലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാല് വേണമെങ്കിലും എടുക്കാം. പിന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. പാല് കാച്ചിയ പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് അഗാർ വേണം, അതായത് ചൈന ഗ്രാസ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 8 ഗ്രാം മുതൽ 10 ഗ്രാം വരെ ഞാൻ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്, അതായത് അഗാർ എടുത്തിട്ടുണ്ട്. അതൊരു സോസ് പാനിലേക്ക് എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന്. അപ്പോൾ ഈ ചൈന ഗ്രാസ് മുഴുവനായിട്ടും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുതിർത്തെടുക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം നമ്മുടെ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാലൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകണം. ഒരുപാടൊന്നും കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇത് ചൂടോടെ ഉപയോഗിക്കരുത് കേട്ടോ. ഇതൊന്ന് തണുത്തതിന് ശേഷം, അതായത് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ്, അതായത് അഗാറൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ഈ അഗാർ നന്നായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് മെൽട്ടായി കിട്ടണം. അപ്പോൾ അതുവരെ നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് അത്യാവശ്യം വലുപ്പമുള്ള സ്റ്റാൻഡായിട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ഇനി ഇതൊന്ന് ചൂടാക്കാം. അപ്പോൾ ഇതാ നോക്കിക്കേ, നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് വെള്ളത്തിൽ മെൽട്ടായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ബാക്കിയുള്ള പ്രൊസീജിയർ നമുക്കിതെല്ലാം കൂടി ഒന്ന് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഇളനീരൊന്ന് റെഡിയാക്കണം, അതായത് ഇളനീരിൻ്റെ കാമ്പ്. ഇപ്പോൾ ഞാനിവിടെ 3 ഇളനീര് എടുത്തിട്ടുണ്ട്, അതായത് ഇളനീരിൻ്റെ കാമ്പ് എടുത്തിട്ടുണ്ട്. അതിൽ 2 ഇളനീരിൻ്റെ കാമ്പ് ഞാനിപ്പോൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ബാക്കി ഒരെണ്ണം ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ സൈഡിൽ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഇളനീരിൻ്റെ കാമ്പ് നമ്മൾ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ പാല് തിളപ്പിക്കുമ്പോൾ പഞ്ചസാര ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പാല് തിളപ്പിക്കുമ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ പഞ്ചസാര ഇടുവാണ്. പഞ്ചസാര ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് അത് പ്രത്യേകം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പാല്, നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, ആ പാലിൽ കുറച്ച് പാലെടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നോക്കിക്കേ, ഒന്ന് നമ്മൾ ഇളനീരിൻ്റെ കാമ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ പീസസൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കാര്യമാക്കേണ്ട, നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മുടെ അഗാറുണ്ടല്ലോ, അതിനകത്തേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പാലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പീസസൊക്കെ ചെറുതായിട്ട് അങ്ങനെ കിടപ്പുണ്ടാവും. അപ്പോൾ പാല് പിരിഞ്ഞ പോലെയൊക്കെ തോന്നും, പക്ഷേ അത് പിരിഞ്ഞതല്ല, അഗാറിൻ്റെ പീസാണ്. അത് കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇളനീരിൻ്റെ കാമ്പുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് എസൻസ് ആണ്. റോസ് മിൽക്കിൻ്റെ എസൻസ് ആണ് ഞാൻ ചേർക്കുന്നത്. ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് റോസ് മിൽക്കിൻ്റെ എസൻസ് ഞാൻ ചേർക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇളനീര് ഉപയോഗിക്കാതെയും ഇതുണ്ടാക്കാം. അതായത് പാലിലേക്ക് ഡയറക്റ്റായിട്ട് റോസ് മിൽക്ക് ആഡ് ചെയ്തിട്ട് റോസ് മിൽക്ക് പുഡിംഗ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ ഇളനീര് ചേർക്കുമ്പോൾ നല്ലൊരു കൂളിംഗ് ആയിരിക്കും, ബോഡി നന്നായിട്ട് കൂളാവും. അപ്പോൾ അങ്ങനെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് കൂടി ഇളനീരിനുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിനകത്തേക്ക് റോസ് മിൽക്കിൻ്റെ എസൻസ് ഏകദേശം ഒരു 4-5 ഡ്രോപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചേർക്കരുത് കേട്ടോ. അപ്പോൾ ആ ഒരു എസൻസിൻ്റെ ടേസ്റ്റ് മാത്രമായി പോവും, നമുക്ക് ഇളനീരിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് മുമ്പേ നമ്മൾ ഇളനീരിൻ്റെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
ഞാനൊരു ഇളനീരിൻ്റെ കഷ്ണം, അതായത് ഇളനീരിൻ്റെ കാമ്പ് ചെറിയ പീസസ് ആക്കിയത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾഡ് എടുക്കാം. ഇപ്പോൾ പുഡിംഗ് ട്രേ ഉണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ചെറിയ ചെറിയ ബൗളിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ ഗ്ലാസ്, ചെറിയ ബൗൾസ്, പിന്നെ കേക്കിൻ്റെ ടിന്ന് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഒഴിച്ചിട്ട് കാണിച്ചു തരാം. എന്താ ഇത്രയും മോൾഡിൽ ഒഴിക്കാൻ പാകത്തിന് എനിക്ക് ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ക്വാണ്ടിറ്റി. പിന്നെ നമ്മളിതൊന്ന് ചെറിയ ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കാം. അപ്പോൾ ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിനകത്ത് വെക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂർ വെക്കാം കേട്ടോ. 2-2.5 മണിക്കൂർ സമയം മതിയാവും. അതിനുള്ളിൽ തന്നെ ചെറുതായിട്ടൊന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ചെറുതായിട്ട് പൗഡർ ചെയ്തത് ഞാനിതിൻ്റെ മുകളിലേക്കായിട്ട് ചെറുതായിട്ടൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗ്ലാസ്സിലുള്ളതൊക്കെ നമുക്ക് അതുപോലെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ കേക്ക് ലോഫ് പാൻ ഉണ്ടല്ലോ, ചെറിയൊരു ലോഫ് പാൻ ഉണ്ടായിരുന്നു, ഞാൻ അതിനകത്ത് ഒഴിച്ച് വെച്ചത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ചെറുതായിട്ട് സൈഡിലൊക്കെ ഒന്ന് കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പാത്രം തിരിച്ചു പിടിച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതുപോലെ ചെറുതായിട്ട് ഇളനീരിൻ്റെ കഷ്ണങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, നല്ല കൂളിംഗ് ആണ്. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ചൈന ഗ്രാസും നല്ല കൂളിംഗ് ആണ്, അതായത് അകാറും നല്ല കൂളിംഗ് ആണ്, അതേപോലെ തന്നെ ഇളനീരും നല്ല കൂളിംഗ് ആണ്. അപ്പോൾ ഈ പുഡിംഗ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്